വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻ കേന്ദ്രമന്ത്രിയും ലോക്സഭാംഗവുമായ ഇ അഹമ്മദിന്റെ നിര്യാണത്തിൽ കാട്ടകാമ്പാൽ മുസ്ലിം ലീഗ് കമ്മിറ്റി അനുസ്മരണം സംഘടിപ്പിച്ചു. അയിനൂർ ചീനിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മൂന്നാമത് പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരം. തിപ്പിലിശ്ശേരിയിലെ കോഴി ഫാമിൽ നിന്ന് ഓംനി വാനും പമ്പ് സെറ്റുകളും മോഷ്ടിച്ച 3 അംഗ സംഘം പോലീസ് പിടിയിലായി. പ്രശസ്തമായ കടവല്ലൂർ ഭീമ ഏകാദശി ഫെബ്രുവരി 7-ന് വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കും. കുന്നംകുളം മണ്ഡലത്തിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 86 ലക്ഷം രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് PK ബിജു MP. കാട്ടകാമ്പാൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 2 മാസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് തുടക്കമായി. കുന്നംകുളം നഗരസഭയ്ക്ക് ലോകബാങ്കിന്റെയും ധനകാര്യ വകുപ്പിന്റെയും ഫണ്ടുകൾ ലഭിച്ചു. ടൗൺ ഹാൾ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും. മേഖലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ 3 നോമ്പിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. മുൻ കേന്ദ്രമന്ത്രിയും ലോക്സഭാംഗവുമായ ഇ അഹമ്മദിന്റെ നിര്യാണത്തിൽ കാട്ടകാമ്പാൽ മുസ്ലിം ലീഗ് കമ്മിറ്റി അനുസ്മരണം സംഘടിപ്പിച്ചു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചിറക്കൽ സെന്ററിൽ നടന്നു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് EM കുഞ്ഞുമോൻ ഹാജി അധ്യക്ഷത വഹിച്ചു. സുബൈർ കോഴിക്കര ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചിറക്കൽ മഹല്ല് ഖത്തീബ് ഹക്കീം ദാരിമി, മുസ്ലിം ലീഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി AY മുഹമ്മദ് കുട്ടി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ, IG സ്കൂൾ മാനേജർ അബ്ദുൽ സലാം ഹാജി, മുസ്ലിം ലീഗ് കമ്മിറ്റി സെക്രട്ടറി ഹനീഫ ഹാജി, മുസ്ലിം ലീഗ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ലത്തീഫ് പഴുനാന, ജനറൽ സെക്രട്ടറി അൻവർ ചിളയൻകാട് എന്നിവർ സംസാരിച്ചു. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയാണെങ്കിലും സംസ്ഥാനത്തിന്റെയും ഇന്ത്യയുടെയും താല്പര്യത്തിനനുസരിച്ചാണ് അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പുകളെ കണ്ടിരുന്നത്. എല്ലാവരെയും ഒരുപോലെ സഹിച്ചിരുന്നു. എല്ലാ ഗുണങ്ങളും നിറഞ്ഞ വ്യക്തികൾ അപൂർവമായി മഹാനായ വേറാളിനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങാണ്. അയിനൂർ ചീനിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മൂന്നാമത് പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരം. അയിനൂർ ചീനിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മൂന്നാമത് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടന്ന വിശേഷ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, തുടർന്ന് ഉഷപൂജ, ഉച്ചപൂജ എന്നിവയും നടന്നു. വൈകിട്ട് വിശേഷാൽ പൂജകൾ, ദീപാരാധന, ചുറ്റുവിളക്ക്, അത്താഴ പൂജ, തുടർന്ന് കേളി, തായമ്പക എന്നിവയും ഉണ്ടായിരുന്നു. തിപ്പിലിശ്ശേരിയിലെ കോഴി ഫാമിൽ നിന്ന് ഓംനി വാനും പമ്പ് സെറ്റുകളും മോഷ്ടിച്ച 3 അംഗ സംഘം പോലീസ് പിടിയിലായി. കടവല്ലൂർ തിപ്പിലിശ്ശേരിയിലെ കോഴി ഫാമിൽ നിന്ന് ഓംനി വാനും മോട്ടോർ പമ്പ് സെറ്റുകളും മോഷ്ടിച്ച തമിഴ്നാട് മധുര സ്വദേശിയടക്കം 3 അംഗ മോഷണ സംഘം അറസ്റ്റിൽ. മധുര ഈറോഡ് സാമ്പത്ത് സ്ട്രീറ്റിൽ ശരവണൻ, പൊന്നാനി സ്വദേശികളായ തരിക്കകത്ത് ഷഫീഖ്, മരപ്പാട്ട് അൻസാർ എന്നിവരെയാണ് SI TP ഫർഷാദ്, ASI ജോയി, സിവിൽ പോലീസ് ഓഫീസർമാരായ സജീവൻ, ആരിഫ്, സുമേഷ് എന്നിവരടങ്ങുന്ന സംഘം അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച വാനും മോട്ടോർ പമ്പ് സെറ്റുകളും ഇവരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. കാട്ടകാമ്പാൽ പെങ്ങാമുക്ക് സ്വദേശി മാക്കാലിക്കൽ ജിജിയുടെ ഉടമസ്ഥതയിലുള്ള തിപ്പിലശ്ശേരിയിലെ കോഴി ഫാമിൽ നിന്നാണ് വാനും മോട്ടോർ പമ്പ് സെറ്റുകളും മോഷണം പോയത്.
ജനുവരി 17-നാണ് മോഷണം നടന്നത്. ജിജി കോഴിക്കച്ചവടവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ നാമക്കലിൽ പോയ ദിവസമാണ് മോഷണം നടന്നത്. കോഴി ഫാമിൽ നിർത്തിയിട്ടിരുന്ന KL10M 3057 ഓമ്നി വാനും 5 വീതം ഹോഴ്സ് പവറുള്ള 2 വൈദ്യുതി മോട്ടോർ പമ്പ് സെറ്റുകളുമാണ് മോഷ്ടിക്കപ്പെട്ടത്. കോഴി ഫാമിലെ ഓഫീസ് മുറിയിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 4000 രൂപയും സംഘം മോഷ്ടിച്ചിരുന്നു. പോലീസിൽ ലഭിച്ച പരാതിയിൽ SIയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘങ്ങളായ സജീവൻ, ആരിഫ് എന്നിവർ നടത്തിയ ശ്രമകരമായ രഹസ്യ നീക്കങ്ങളിലൂടെയാണ് 3-അംഗ സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞത്. പിടിയിലായ ഈറോഡ് സ്വദേശി ശരവണൻ മുമ്പ് ഈ കോഴി ഫാമിലെ ജീവനക്കാരനായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഫാമിലെ ജോലി അവസാനിപ്പിച്ച് തിരിച്ചുപോയിരുന്നു. പിന്നീട് പൊന്നാനി ഹാർബറിലാണ് ജോലിക്ക് നിന്നിരുന്നത്. കോഴി ഫാമിലെ ജോലി ഉപേക്ഷിച്ചെങ്കിലും ഉടമ ജിജിയെ കാണുവാൻ ശരവണൻ ഇടയ്ക്കിടെ ഫാമിൽ വരാറുണ്ടായിരുന്നു. ഈ അടുപ്പ് മുതലെടുത്താണ് ഹാർബറിൽ കൂടെ ജോലി ചെയ്തിരുന്ന ഷഫീഖ്, അൻസാർ എന്നിവരെ കൂട്ടി ജനുവരി 17-ന് പുലർച്ചെ കോഴി ഫാമിലെത്തിയത്. ഫാമിലെ തെങ്ങുകൾക്ക് വെള്ളം നനയ്ക്കാനായി സ്ഥാപിച്ചിരുന്ന വലിയ മോട്ടോറും കോഴി ഫാം വൃത്തിയാക്കാനായി സ്ഥാപിച്ചിരുന്ന ചെറിയ മോട്ടോറും സംഘം മോഷ്ടിച്ച ശേഷം ഓമ്നി വാനിൽ കയറ്റിയാണ് കടത്തിയത്. വാൻ തൃത്താലയിൽ നിന്നും മോട്ടോർ പമ്പ് സെറ്റുകൾ പൊന്നാനിയിൽ നിന്നും പോലീസ് സംഘം കണ്ടെടുത്തു. വാൻ തൃത്താലയിൽ വിട്ടതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. മോട്ടോർ പമ്പ് സെറ്റുകൾ ഈ റോഡിലേക്ക് കടത്താനായിരുന്നു പദ്ധതി. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ മോഷണ മുതൽ ഉൾപ്പെടെ മോഷ്ടാക്കളെ പിടികൂടാൻ കഴിഞ്ഞത് കുന്നംകുളം പോലീസിന് നേട്ടമായി. പ്രശസ്തമായ കടവല്ലൂർ ഭീമ ഏകാദശി ഫെബ്രുവരി 7-ന് വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കും. രാവിലെ തന്ത്രി കൈനിക്കര വടക്കേടത്ത് ജയൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ഹരി നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. തുടർന്ന് കക്കാട് രാജപ്പന്മാരാരുടെ പ്രമാണത്തിൽ മേളത്തോടെ ശീവേലി എഴുന്നള്ളിപ്പ് നടക്കും. ഗജവീരൻ പാല കുട്ടിശങ്കരൻ ദേവന്റെ തിടമ്പേറ്റും. 10 മണിക്ക് പറവെപ്പും 12 മണിക്ക് ഉച്ചപൂജയും ശീവേലിയും നടക്കും. തുടർന്ന് ഉച്ചയ്ക്ക് ഏകാദശി ഊട്ടും 1:30-ന് പഞ്ചവാദ്യത്തോടെയുള്ള കാഴ്ച ശീവേലി എഴുന്നള്ളിപ്പും ആരംഭിക്കും. വൈകിട്ട് 5 മണിക്ക് കടവല്ലൂർ അരവിന്ദാക്ഷൻ അനുസ്മരണവും അവാർഡ് സമർപ്പണവും നടക്കും. കുന്നംകുളം മണ്ഡലത്തിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 86 ലക്ഷം രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് PK ബിജു MP. മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന പ്രദേശങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പദ്ധതികൾ അനുവദിച്ചിട്ടുണ്ട്. കടങ്ങോട്, കടവല്ലൂർ, പള്ളിക്കുന്ന്, മിച്ചഭൂമി, ചെമ്മന്തട്ട വില്ലേജ് ഓഫീസ് സമീപം വരുന്ന 50,000 ലിറ്റർ കുടിവെള്ള ടാങ്കും പൈപ്പ് ലൈൻ നീട്ടലും കുന്നംകുളം നഗരസഭയുടെ 27-ാം വാർഡ്, കടവല്ലൂർ ചേലക്കപ്പറമ്പ്, കാട്ടകാമ്പാൽ കൈതവളപ്പ്, കടവല്ലൂർ കോട്ടോൽപ്പാടം, കുന്നംകുളം നഗരസഭ ഉരുളിക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പദ്ധതികൾ നടപ്പിലാക്കുക. കുന്നംകുളം മണ്ഡലത്തിനകത്ത് 157.45 ലക്ഷം രൂപയുടെ വിവിധ കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. പുതിയ കുടിവെള്ള പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാർച്ച് 15-നകം പൂർത്തീകരിക്കണമെന്ന് MP കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജ ഏജൻസീസ് കുന്നംകുളം, ഞങ്ങളുടെ സഹോദര സ്ഥാപനം കവിത ബുക്ക് ഇൻഡസ്ട്രീസ് കാഞ്ഞിരമുക്ക്. 4She കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വസ്ത്രങ്ങൾ ഇനി നിങ്ങൾക്കും ഹോൾസെയിൽ വിലയിൽ. മാറിവരുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് യാഥാർത്ഥ്യമേകുവാൻ, യഥാർത്ഥ വിലക്കുറവിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ആധുനിക രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു.
ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, സാരികൾ, പർദ്ദകൾ, ടോപ്പുകൾ, ട്രെൻഡ് വെയറുകൾ തുടങ്ങി സ്ത്രീകൾക്കാവശ്യമായ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ, ബേബി കളക്ഷനുകൾ, ഫാൻസി ഫുട്വെയർ ആൻഡ് ബാഗുകൾ, കൂടാതെ ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ ഒരുക്കിയെടുക്കുവാൻ ലേഡീസ് ആൻഡ് ജെന്റ്സ് സ്റ്റിച്ചിങ് സൗകര്യവും. 4She കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വാർത്തകൾ തുടരുന്നു. കാട്ടകമ്പാൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 2 മാസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് തുടക്കമായി. കാട്ടകമ്പാൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 2 മാസക്കാലത്തെ സൗജന്യ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് തുടക്കമായി. പഴഞ്ഞി ക്രസന്റ് കോളേജിൽ നടന്ന ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജയശങ്കർ നിർവഹിച്ചു. ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശശിധരൻ കണ്ടംപുള്ളി, KV മണികണ്ഠൻ, ബിജോയ് ബി തോലത്ത്, നെഹ്റു യുവകേന്ദ്ര ചൊവ്വന്നൂർ ബ്ലോക്ക് തല കോർഡിനേറ്റർ PS ഷഹനാസ്, പഞ്ചായത്ത് മെമ്പർ വിജയ ഗോപി, റീന, മിനി. നമ്മുടെ പ്രദേശത്തുള്ള സഹോദരിമാർക്ക് വേണ്ടി സ്കിൽ അപ്ഗ്രഡേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ 2 മാസത്തെ പരിശീലന ക്യാമ്പിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന വേദിയിലാണ് ഞാൻ നിങ്ങളെല്ലാം സംബന്ധിക്കുന്നത്. നെഹ്റു യുവകേന്ദ്ര കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രയുമായി ബന്ധപ്പെട്ട് കാട്ടകമ്പാൽ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന മറ്റൊരു സദുദ്യമം എന്ന നിലയിൽ നേരത്തെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ശ്രീ ബിജോയ് മാസാബിയുടെ സൂചിപ്പിച്ചതുപോലെ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റാവുന്ന വിധത്തിൽ നമ്മുടെ സഹോദരിമാരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി ഒരു യുവജന ക്ലബിന് എന്തു ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് കാട്ടകമ്പാൽ ചാരിറ്റബിൾ സൊസൈറ്റി ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സ് നമ്മുടെ പ്രദേശത്തുള്ള സഹോദരന്മാർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. മികച്ച ക്ലബ്ബായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ക്ലബ്ബാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും വെക്കുന്നില്ല. ഈ പരിപാടി ഈ SUTPക്ക് തൃശൂർ ജില്ലാ നെഹ്റു യുവകേന്ദ്രയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. കുന്നംകുളം നഗരസഭയ്ക്ക് ലോകബാങ്കിന്റെയും ധനകാര്യ വകുപ്പിന്റെയും ഫണ്ടുകൾ ലഭിച്ചു. ടൗൺ ഹാൾ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും. ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ടൗൺ ഹാളായി കുന്നംകുളം നഗരസഭ രാജീവ് ഗാന്ധി ടൗൺ ഹാൾ മാറുന്നു. ഫണ്ടില്ലാതെ നവീകരണ ജോലികൾ തടസ്സപ്പെട്ടിരുന്ന ടൗൺ ഹാൾ നവീകരണത്തിന് ലോകബാങ്ക് ഫണ്ടും ധനകാര്യ വകുപ്പിന്റെ ഫണ്ടും ഉപയോഗപ്പെടുത്താൻ നഗരസഭ തീരുമാനിച്ചു. ടൗൺ ഹാൾ നവീകരണത്തിന് വായ്പ എടുക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. ഇതിനു വേണ്ട കടലാസ് ജോലികൾ പുരോഗമിക്കുന്നതിനിടെയാണ് നഗരസഭയ്ക്ക് 30 ലക്ഷം രൂപയുടെ ലോകബാങ്ക് സഹായവും 60 ലക്ഷം രൂപയുടെ ധനകാര്യ ഫണ്ടും ലഭിച്ചത്. ഇതോടെ വായ്പ എടുക്കാനുള്ള കടലാസ് ജോലികൾ നഗരസഭ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. 2 ഫണ്ടുകളും കൂടി ലഭിച്ചതോടെ പദ്ധതി പ്രവർത്തനങ്ങൾ പുതുക്കി നിശ്ചയിച്ച് DPCയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കണം. നഗരസഭയുടെ മുൻവശത്തെ ഗുരുവായൂരിലേക്കുള്ള റോഡിന്റെ തകർന്നു കിടക്കുന്ന ഭാഗം കോൺക്രീറ്റ് കട്ടകൾ വിരിക്കാനും ഓഫീസ് കമ്പ്യൂട്ടർ വൽക്കരണത്തിനും അധികമായി ലഭിക്കുന്ന ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തും. ടൗൺ ഹാൾ നവീകരണത്തിന്റെ ഭാഗമായുള്ള വൈദ്യുതീകരണത്തിനും ടൗൺ ഹാളിനോട് ചേർന്നുള്ള ഭക്ഷണശാലയുടെ നവീകരണത്തിനുമാണ് ഫണ്ടുകൾ ചിലവഴിക്കുക. സാമ്പത്തിക പ്രയാസം നേരിടുന്ന നഗരസഭയ്ക്ക് പദ്ധതി പ്രവർത്തന കാലാവധി തീരുന്നതിന് മുമ്പ് ഫണ്ടുകൾ ലഭിച്ചത് പദ്ധതി പൂർത്തീകരണത്തിന് സഹായകരമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മേഖലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ 3 നോമ്പിന് തുടക്കമായി. മേഖലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ 3 നോമ്പിന് തുടക്കമായി. മേഖലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ എൽദോ നോമ്പ് അഥവാ 3 നോമ്പ് ദിനാചരണത്തിന് തുടക്കമായി. ബൈബിളിലെ യോന പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് എൽദോ നോമ്പ് ദിനാചരണം. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രത്യേക നമസ്കാരം, സന്ധ്യയ്ക്ക് 6 മണിക്ക് നമസ്കാരം, കറിനേർച്ച എന്നിവ ഉണ്ടായിരുന്നു. കത്തീഡ്രൽ ദേവാലയത്തിന് കീഴിലുള്ള കുരിശ് പള്ളികളിലും 3 ദിവസം കരനേർച്ച ഉണ്ടായിരിക്കും. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പഴഞ്ഞിയിലുള്ള സെന്റ് മേരീസ് പള്ളിയിലും നോമ്പാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനകളും കരനേർച്ചയും നടന്നു.
വിപണി. അടയ്ക്ക പഴയത് 4200 രൂപ മുതൽ 4610 രൂപ വരെ, പുതിയത് 4000 രൂപ മുതൽ 4400 രൂപ വരെ, രണ്ടാം തരം 2400 രൂപ മുതൽ 2950 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻ കേന്ദ്രമന്ത്രിയും ലോക്സഭാംഗവുമായ ഇ അഹമ്മദിന്റെ നിര്യാണത്തിൽ കാട്ടകാമ്പാൽ മുസ്ലിം ലീഗ് കമ്മിറ്റി അനുസ്മരണം സംഘടിപ്പിച്ചു. അയനൂർ ചീനിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 3ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരം. തിപ്പിരിശ്ശേരിയിലെ കോഴി ഫാമിൽ നിന്ന് ഓംനി വാനും പമ്പ് സെറ്റുകളും മോഷ്ടിച്ച 3 അംഗ സംഘം പോലീസ് പിടിയിലായി. പ്രശസ്തമായ കടവല്ലൂർ ഭീമ ഏകാദശി ഫെബ്രുവരി 7-ന് വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കും. കുന്നംകുളം മണ്ഡലത്തിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 86 ലക്ഷം രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് PK ബിജു MP. കാട്ടകാമ്പാൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 2 മാസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് തുടക്കമായി. കുന്നംകുളം നഗരസഭയ്ക്ക് ലോകബാങ്കിന്റെയും ധനകാര്യ വകുപ്പിന്റെയും ഫണ്ടുകൾ ലഭിച്ചു. ടൗൺ ഹാൾ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും. മേഖലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ 3 നോമ്പിന് തുടക്കമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.